ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കർണാടക എന്ന ബി.ജെ.പിയുടെ ശക്തി കേന്ദ്രത്തിൽ തന്നെ അവർക്ക് ആദ്യത്തെ തിരിച്ചടികൾ ലഭിച്ചു തുടങ്ങിയിരിക്കുകയാണ്. തിരിച്ചടികൾ പതിവ് പോലെ ആഭ്യന്തര സംഘർഷത്തിന്റെ രൂപത്തിലാണ്. രണ്ട് മുതിർന്ന ബി.ജെ.പി നേതാക്കളാണ് കലാപക്കൊടിയുമായി കർണാടകത്തിൽ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടയാളെന്ന് പറയുന്നത് ഒരു തവണ കർണാടക മുഖ്യമന്ത്രിയായിരുന്ന 2014 നരേന്ദ്രമോദി സർക്കാരിൽ റെയിൽവേ മന്ത്രിയായിരുന്ന മുതിർന്ന ബി.ജെ.പി നേതാവ് സദാനന്ദ ഗൗഡയാണ്. സദാനന്ദ ഗൗഡ 2014 മുതൽ വിജയിച്ചു വരുന്ന ബംഗളൂരു നോർത്ത് മണ്ഡലത്തിൽ ഇത്തവണ മറ്റൊരു സ്ഥാനാർത്ഥിയെ, കൃത്യമായി പറയുകയാണെങ്കിൽ ബി.ജെ.പിയുടെ കേന്ദ്രമന്ത്രിയായ ശോഭ കരന്തലജയെ സ്ഥാനാർത്ഥിയാക്കിയതോടെയാണ് അദ്ദേഹം കലാപക്കൊടിയുമായി ഇപ്പോൾ രംഗത്ത് വരുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, കർണാടക രാഷ്ട്രീയത്തെ എന്നും നിർണയിച്ചിട്ടുള്ള ഒക്കലിംഗ സമുദായത്തിലെ ഒരു പ്രബല അംഗം കൂടിയാണ് ഈ സദാനന്ദ ഗൗഡ. അതുകൊണ്ട് തന്നെ സദാനന്ദ ഗൗഡ ഉയർത്തുന്ന കലാപക്കൊടി അത് ഒക്കലിംഗ സമുദായത്തിനെ ഒന്നാകെ ബി.ജെ.പി വിരുദ്ധരാക്കി മാറ്റുമോ എന്നൊരു ഭയം ബി.ജെ.പിക്കുള്ളിലുണ്ട്. കാര്യം ഒക്കലിംഗ സമുദായത്തിന്റെ പിന്തുണയില്ലാതെ ഒരു മികച്ച വിജയം കർണാടകയിൽ സ്വന്തമാക്കുക ഏതാണ്ട് അസാധ്യമാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ് കലാപക്കൊടിയുമായി രംഗത്തുള്ളത് കെ.എസ്. ഈശ്വരപ്പയാണ്. കെ.എസ്. ഈശ്വരപ്പ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം കർണാടകയുടെ ഉപമുഖ്യമന്ത്രിയായിരുന്ന ഒരു മുതിർന്ന ബി.ജെ.പി നേതാവ്. അദ്ദേഹത്തിന്റെ മകന് ഇത്തവണ സീറ്റ് നിഷേധിച്ചതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം കലാപക്കൊടിയുമായി രംഗത്ത് വരുന്നത്. അദ്ദേഹം ബി.ജെ.പി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു കഴിഞ്ഞു. അതിലും നിർണായകമായ കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം ശിവമോഗയിൽ ബി.എസ്. യെദ്യൂരപ്പയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായ യെദ്യൂരപ്പയുടെ മകൻ വിജയേന്ദ്ര മത്സരിക്കുന്ന ശിവമോഗയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ബി.ജെ.പിയെ പരാജയപ്പെടുത്താൻ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സദാനന്ദ ഗൗഡ നേരത്തെ പറഞ്ഞതുപോലെ ഏത് നിമിഷവും കോൺഗ്രസിലേക്ക് വരാമെന്നൊരു സൂചന നൽകി രംഗത്ത് നിൽക്കുമ്പോൾ, സദാനന്ദ ഗൗഡയ്ക്കായി മൈസൂർ സീറ്റ് കോൺഗ്രസ് ഒഴിച്ചിട്ട് കാത്തിരിക്കുമ്പോൾ, ഇപ്പുറത്ത് കെ.എസ്. ഈശ്വരപ്പ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിൽ നിന്നും ഒരടി പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കർണാടക ഈ രാഷ്ട്രീയമാകെ ഇളകി മറിയുകയാണ്. ബി.ജെ.പിക്ക് ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ലഭിക്കുമെന്ന് പ്രതീക്ഷയുള്ള സംസ്ഥാനം കർണാടകയാണ്. ആ കർണാടകയിൽ 2023 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് കനത്ത തിരിച്ചടി ഏറ്റിരുന്നെങ്കിലും 2019 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളാണ് ബി.ജെ.പിക്ക് ഏറെ ആത്മവിശ്വാസം നൽകുന്നത്. അതിൽ ഉദാഹരണമായി 2019 തെരഞ്ഞെടുപ്പ് ഫലം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ കർണാടകയിൽ ബി.ജെ.പിയുടെ ആധിപത്യത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. 28 സീറ്റുകൾ മാത്രമുള്ള കർണാടകയിൽ 25ഇടത്തും ബി.ജെ.പി ചിഹ്നത്തിൽ മത്സരിച്ച, താമര ചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥികൾ വിജയിക്കുകയും ഒരിടത്ത് ബി.ജെ.പി പിന്തുണയുള്ള സ്വതന്ത്രയായി നടി സുമലത വിജയിക്കുകയും ചെയ്തു. അന്ന് സഖ്യത്തിൽ മത്സരിച്ച ജെ.ഡി.എസ് കോൺഗ്രസ് സഖ്യത്തിന് ലഭിച്ചത് വെറും ഓരോ സീറ്റുകൾ മാത്രമാണ്. ആ തെരഞ്ഞെടുപ്പിൽ 2019 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ എം.പി ആയി പാർലമെന്റിലേക്ക് പോകാൻ കർണാടകത്തിൽ സാധിച്ചത് ഡി.കെ. ശിവകുമാറിന്റെ സഹോദരൻ ഡി.കെ. സുരേഷിന് മാത്രമാണ്. ഇനി കർണാടക പക്ഷേ ഇവിടെ നിന്നെല്ലാം മാറിയാണ് 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിന്തിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ വലിയ മുന്നേറ്റം നമ്മൾ കണ്ടു. കോൺഗ്രസ് 135 സീറ്റുകൾ നേടുകയും അവരുടെ വോട്ട് വിഹിതം 42.88% ഉയർത്തുകയും ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടു. എന്നാൽ തൊട്ടു മുമ്പത്തെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 51% വോട്ട് വിഹിതം ഉണ്ടായിരുന്ന ബി.ജെ.പി നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ 36% വോട്ട് വിഹിതം ഇടിയുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഇനി കർണാടകയിൽ ഇപ്പോൾ കാര്യങ്ങൾ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നത് അത് ജെ.ഡി.എസ് ബി.ജെ.പി സഖ്യമാണ്. ഈ സഖ്യം രൂപപ്പെട്ടതോടെ കോൺഗ്രസിന്റെ പല സീറ്റുകളിലെയും വിജയ സാധ്യതയെ അത് നിർണായകമായി ബാധിച്ചിട്ടുണ്ട്. ബംഗളൂരു റൂറലിൽ നിന്ന് മത്സരിക്കുന്ന ഡി.കെ. ശിവകുമാറിന്റെ സഹോദരനായ ഡി.കെ. സുരേഷിന്റെ വിജയത്തെ പോലും അത് വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. പക്ഷേ ബി.ജെ.പിയിൽ ഉണ്ടായിരിക്കുന്ന ഈ പുതിയ ആഭ്യന്തര സംഘർഷങ്ങൾ, പ്രത്യേകിച്ച് സദാനന്ദ ഗൗഡയും കെ.എസ്. ഈശ്വരപ്പയും ഉയർത്തിയിരിക്കുന്ന ഈ കലാപക്കൊടി കർണാടകയിൽ ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് കോൺഗ്രസ് കണക്കാക്കുന്നത്.
അതിൽ സദാനന്ദ ഗൗഡ ഏത് നിമിഷവും കോൺഗ്രസിലേക്ക് എത്താമെന്നും മൈസൂർ സീറ്റിൽ നിന്നും മത്സരിക്കുമെന്നുമുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഈശ്വരപ്പ ആകട്ടെ ശിവമോഗ പോലെ BJPക്കും യെഡ്യൂരപ്പ കുടുംബത്തിനും നിർണായക സ്വാധീനമുള്ള ഒരു മണ്ഡലത്തിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ആഭ്യന്തര സംഘർഷങ്ങളുടെ ഗുണഫലം കൊയ്യാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് കർണാടകയിലെ കോൺഗ്രസ്.